യുക്രൈനായുള്ള US സുരക്ഷാ കരാർ ഒപ്പിടാൻ 100% റെഡിയായിരിക്കുന്നതായി സെലൻസ്കി. ഗാസ പീസ് പ്ലാൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള റിക്വയർമെന്റ്സ് നടപ്പിലാക്കാൻ ഈജിപ്ത്. ഇലക്ട്രിക്കൽ സീസ് ഫയറിന് ആഹ്വാനം ചെയ്ത യുക്രൈൻ, റഷ്യയുടെ ആക്രമണത്തിൽ പവർ ഇൻഫ്രാസ്ട്രക്ചർ ബാധിക്കപ്പെടുകയും അതുമൂലം പവർ ഫെയിലിയർ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. ഇത് അവരുടെ ബേസിക് ഫെസിലിറ്റീസായ ഇലക്ട്രിസിറ്റി, ഹീറ്റ് എന്നിവ ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകുവാൻ ഇടയാക്കിയിരിക്കുന്നു. പലസ്തീൻ പ്രദേശത്ത് അവശേഷിക്കുന്ന അവസാന ഇസ്രയേലി ബന്ദിയുടെ മൃതദേഹം കണ്ടെത്താനുള്ള പ്രവർത്തനം പൂർത്തിയാകുമ്പോൾ ഗസയുടെ റഫാ ക്രോസിംഗ് ഈജിപ്തുമായി പരിമിതമായി വീണ്ടും തുറക്കുവാൻ അനുവദിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. 2026 ജനുവരി 24 ഖമനിയെ ടെഹ്റാനിലെ ഒരു സ്പെഷ്യൽ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റി പാർപ്പിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഖമനിയുടെ മൂന്നാമത്തെ മകനായ മസൂദ് ഖമനി സുപ്രീം ലീഡറിന്റെ ഓഫീസിന്റെ ഡെയിലി മാനേജ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നു. സ്വാശ്രയത്വത്തിനും യൂറോപ്യൻ യൂണിയനുമായി വളർന്നുവരുന്ന നയതന്ത്ര ബന്ധത്തിനും വലിയ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇന്ത്യ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥികൾ. വികസിത് ഭാരത്, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നിവയാണ് റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാന പ്രമേയങ്ങൾ. ബഹിരാകാശ നിലയം അഥവാ ഇന്റർനാഷണൽ സ്പേസ് സെന്റർ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്ക് പരമോന്നത സമാധാനകാല ബഹുമതിയായ അശോക് ചക്ര സമ്മാനിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധശേഖരങ്ങളും AI അധിഷ്ഠിത യുദ്ധതന്ത്രങ്ങളും റിപ്പബ്ലിക് പരേഡിൽ പ്രദർശിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണ്. ഇതിന്റെ ഭാഗമായി വിദേശ കാറുകളുടെ ഇറക്കുമതി നികുതി 40% കുറച്ചേക്കും. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. യുവതാരം അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ പ്രകടനമാണ് വിജയത്തിന് കരുത്തായത്. സണ്ണി ഡിയോൾ നായകനായ ബോർഡർ 2 ബോക്സ് ഓഫീസിൽ തരംഗമാകുന്നു. ആദ്യ 3 ദിവസത്തിനുള്ളിൽ ചിത്രം 160 കോടി രൂപയിലധികം കളക്ഷൻ നേടി. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്കിടെ കടന്നപ്പള്ളി രാമചന്ദ്രന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. മന്ത്രി കുഴഞ്ഞു വീണു. എന്നാൽ ഇപ്പോൾ ആരോഗ്യം തൃപ്തികരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. SNDPയുമായി ഐക്യത്തിനില്ലെന്ന് NSS ഡയറക്ടർ ബോർഡ്. വിജയ് അഴിമതിക്കാരൻ എന്നും കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിറ്റ് കോടികൾ സമ്പാദിച്ചയാളെന്നും AIADMK. 2026 ജനുവരി 25 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ ആകെ 131 പുരസ്കാരങ്ങളിൽ 8 മലയാളി പ്രതിഭകൾക്ക് ലഭിച്ചു. ഇതിൽ 3 പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ ഉൾപ്പെടുന്നു. പത്മവിഭൂഷൺ ലഭിച്ചത് VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ എന്നിവർക്കാണ്. പത്മഭൂഷൺ ലഭിച്ചത് മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, ഡോക്ടർ ME മുത്തുനായകം, കലാമണ്ഡലം വിമലാ മേനോൻ, കൊള്ളാക്കൽ ദേവകിയമ്മ എന്നിവർക്കാണ്.